ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫേക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലൈറ്റ് വെർഷനായിട്ടുള്ള ആപ്പാണ്. രണ്ടാമതായിട്ട് ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ആഡ് അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം യൂസർ നെയിം കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ യൂസർ നെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫോൺ നമ്പർ ഓർ ഇമെയിൽ ഐ ഡി എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലായിട്ട് ഇമെയിൽ എന്ന് കാണാം. അപ്പോൾ ഈ ഇമെയിൽ വെച്ചിട്ടാണ് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ടെമ്പ് മെയിൽ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഇൻട്രോ വരും, അതൊക്കെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇമെയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമെയിൽ ഐ ഡിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് താഴത്ത് കോപ്പി എന്ന് കാണാം. ആ കോപ്പി ചെയ്ത ഇമെയിൽ ഐ ഡി കോപ്പി ആവുന്നതാണ്. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഇമെയിൽ ഐ ഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് താഴത്ത് ഇൻബോക്സ് കാണാൻ പറ്റും. ആ ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ കോഡ് വരുന്നതാണ്. കോഡ് ഇവിടെ ഒരു കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അവിടെ. ഞങ്ങൾ വെരിഫിക്കേഷൻ കോഡിൻ്റെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എൻ്റർ ചെയ്തിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം റീസെൻറ്റ് കോഡ് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കോഡ് ഞാൻ അടിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ മുകളിൽ കാണുന്ന റീസെൻറ്റ് കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ടെമ്പ് മെയിലിൽ ഒന്നുകൂടെ എടുത്തിട്ട് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോഡ് വരുന്നതാണ്. കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഞാൻ വീണ്ടും റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ഇതേ കോഡ് വന്നിരിക്കണം, അടുത്ത കോഡ്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ വർക്കിംഗ് ആവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വന്തം റിസ്കിൽ മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാണ്ടിരിക്കുക. അങ്ങനെ അക്കൗണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനും ചാനലിൽ ഉത്തരവാദിയല്ല. അപ്പോൾ അത് മുൻകൂട്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂട്ടാനും പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ടെമ്പററി ആയിട്ടുള്ള അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയ അക്കൗണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, DP ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, സിമ്പിളായിട്ട് എങ്ങനെയാണ് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന്. ഈ ഒരു മെത്തേഡ്, അതായത് ഈ ഒരു ടെമ്പ് മെയിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെമ്പററി ആയിട്ട് ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെമ്പ് മെയിൽ എന്ന ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റും. ടെമ്പ് മെയിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലോഗിൻ എന്നുള്ള കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൽ കാണുന്ന അതേ ഇൻ്റർഫേസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വെബ്സൈറ്റിലും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ടെലിഗ്രാമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ടെമ്പ് മെയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ ഈ ഇമെയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ.